നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വികലാംഗൻ്റെ വടിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് പോലെ? എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത്? ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത്. ഈ നടക്കാൻ വയ്യാത്തൊരു പാവത്തെ പിടിച്ചുകൊണ്ടുവന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതാണ് തെറ്റ്. തെറ്റിനെ നമ്മൾ ശരിയായ നിലയിൽ നോക്കൂ. ആ തെറ്റിനെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരും. മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയുണ്ടോ എന്നൊന്നും ആരെങ്കിലും നോക്കുമോ? പോലീസ് ലാത്തി ചാർജിൽ ഈ പാവത്തെ കൊണ്ടുവന്ന് ഇതിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത് എന്തിന്? ഈ നടക്കാൻ വയ്യാത്ത ഒരു പാവം ഒരു ചെറുപ്പക്കാരൻ എന്തിനാ കോൺഗ്രസ് ഈ കൊടും ക്രൂരതക്ക് എറിഞ്ഞു കൊടുക്കുന്നത്? എന്നാൽ വി ഡി സതീശനോ സുധാകരനോ പോയി തല്ലുകൊള്ളു. അതിന് അവരാരും ഉണ്ടാവില്ലല്ലോ. വടി കാണുമ്പോൾ തന്നെ അവർ ഓടുമല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കരുത്. സ്ത്രീകളെ കൊണ്ടുവന്നിങ്ങനെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കരുത്. ഇതൊരു നല്ല ശീലമല്ല. അത് അവർ നേതൃത്വം കോൺഗ്രസ് UDF തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കണം. UDFകാരെല്ലാവരും അങ്ങനെയല്ല. കേരളത്തിൻ്റെ വികസന താല്പര്യരായിട്ടുള്ള UDFനകത്തുള്ളവരുണ്ട്. അതിനെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ താല്പര്യങ്ങളിൽ UDFനകത്തുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നാൽ സഹർഷം അതിനെ സ്വാഗതം ചെയ്യും. സേനയുടെ അച്ചടക്കം പാലിക്കേണ്ട പോലീസ് ഗൺമാൻമാർ ഈ ഫേസ്ബുക്കിൽ വെല്ലുവിളി നടത്തുന്നത് ശരിയാണ്? ഗൺമാന്മാർ വെല്ലുവിളി ഈ ഗൺമാന്മാരെ ആക്രമിക്കുന്നത് ശരിയാണ്. നമ്മൾ നോക്കേണ്ടത് എന്തിനാണ് ഈ അക്രമങ്ങൾ നടത്തുന്നത്. വെല്ലുവിളി രണ്ടാമത്തതല്ലേ. നിങ്ങൾ ആദ്യം ഈ അക്രമത്തെ അപലപിക്കൂ. അതിനുശേഷം നിങ്ങൾ ഈ ഗൺമാന്മാരുടെ കാര്യങ്ങൾ ചോദിക്കൂ. നിങ്ങൾ ഈ ഗൺമാന്മാരെ മാത്രം എടുത്ത് ഈ അക്രമങ്ങളെ ന്യായീകരിക്കാൻ എന്തിനാണ് പുറപ്പെടുന്നത്? ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ നാട്ടിന് നല്ലതല്ല. നമ്മുടെ രാജ്യത്തിനൊരു സമാധാനം ഉണ്ടാകണം. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും അവകാശമുന്നയിക്കാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. ഇന്ന് വരെ KSCക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ എന്തെങ്കിലും ഒരു ആവശ്യം ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചിട്ടാണോ കരിങ്കൊടി കൊണ്ട് നടക്കുന്നത്? ഒരു കൂട്ടം ക്രിമിനലുകളെ ഈ അക്രമവാസനയുള്ള ചിലരെ തെരഞ്ഞു പിടിച്ച് കറുത്ത തുണിയും കൊടുത്ത് കല്ലും കെട്ടി അയക്കുകയല്ലേ? ഇങ്ങനെയാണോ സമരം നടത്തേണ്ടത്? എന്താണ് അവരുടെ ഡിമാൻഡ്? അതാണ്